അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അതായത് ഒരു മേൽശാന്തി ഇറങ്ങുമ്പോൾ അടുത്ത മേൽശാന്തി സന്നിധാനത്തേക്ക് കയറുന്നു. അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല, എല്ലാ ആചാര അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടുന്നു, കൃത്യമായി അവിടുത്തെ പൂജകളൊക്കെ നടന്നു പോകുന്നു. മറുവശത്ത് ഒരു ദേവസ്വം പ്രസിഡന്റ് ഇറങ്ങി, മറ്റൊരു ദേവസ്വം പ്രസിഡന്റ് കയറി. അതായത് ഞാനില്ലാത്ത, എൻ്റെ അധികാരമില്ലാത്ത ശബരിമലയിൽ പിന്നെന്ത് സംഭവിച്ചാൽ എനിക്കെന്തെന്ന PS പ്രശാന്തിൻ്റെ തോന്നലോ ഈ വലിയ പ്രശ്നമുണ്ടാക്കിയത്. അത് ചോദിക്കാൻ കാരണമുണ്ട്. ഇന്ന് പുതിയ ദേവസ്വം പ്രസിഡന്റ് പറഞ്ഞത് ഏകോപനം ഉണ്ടായില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്ന കുറ്റസമ്മതമാണ്. കോടതി പറഞ്ഞതെല്ലാം ശരിയെന്ന തുറന്നു പറച്ചിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലും K. ജയകുമാർ നടത്തിയത്. ആ നിലയ്ക്കാണ് എൻ്റെ ചോദ്യം. അത്തരമൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൃഷ്ണരാജ്. എന്താ വെച്ചാൽ ഏകോപനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഏകോപനങ്ങൾ ഉണ്ടായിട്ടില്ല. അദ്ദേഹം പുതിയൊരാളാണ്. അദ്ദേഹത്തിന് നേരിട്ട് ആരൊക്കെയാണ് ഇന്ന പോസ്റ്റുകളിൽ ഇരിക്കുന്നത്, ആരോടൊക്കെയാണ് സംവേദിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള തന്റെ നേതൃത്വത്തിലുള്ള എന്ന ഈ ഒരുക്കങ്ങളൊക്കെ നടത്തേണ്ടിയിരുന്നത് ഇറങ്ങിപ്പോകും മുമ്പ് PS പ്രശാന്ത് ആയിരുന്നില്ലേ? വെള്ളം എത്തിക്കേണ്ടത്, വെളിച്ചം എത്തിക്കേണ്ടത്, സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടത്, നിലയ്ക്കലിലെന്ത്, പമ്പയിലെന്ത് എന്നൊക്കെ തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടിയിരുന്നത് പുതിയ പ്രസിഡന്റ് അല്ലല്ലോ. അദ്ദേഹം ചെല്ലുമ്പോൾ എല്ലാം ശരിയായിരിക്കണം. ആ സമയത്താണ് അദ്ദേഹം കയറി ചെല്ലുന്നത്. അതിനുശേഷം സംഭവിക്കുന്നതിനെ തുടരേകോപനം നടത്തുക മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ മനസ്സിലാക്കിയത് പൂർണ്ണമായി ശരിയാണ്. അതിന് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യാത്തൊരാളുമാണ്. പക്ഷേ സംഭവിച്ചത് ഏകോപനം കഴിഞ്ഞ അധികാരമൊഴിഞ്ഞ സമിതി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പുതിയ പ്രസിഡന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഏകോപനം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് നേരിട്ട് ഏകോപനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ഈ പറഞ്ഞ വെള്ളമില്ല, വെളിച്ചമില്ല എന്ന ഒരു പ്രശ്നവും അവിടെ ഉണ്ടായിട്ടില്ല. അത് നമ്മളെല്ലാം ഭംഗ്യന്തരേണ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. ഒരുപക്ഷെ ആവശ്യത്തിന് കുറവുണ്ടായേക്കാം. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അങ്ങ് വളരെ മാന്യമായി വിഷയങ്ങളെ കൈകാര്യം ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളാണ്. ഞാനിത് മുൻപും പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ മറുപടിക്കൊക്കെ തെറ്റെങ്കിൽ തുറന്നു പറയുന്ന ആളാണ്. പക്ഷേ ഇപ്പോൾ അങ്ങേക്ക് തെറ്റുപറ്റി. ഞങ്ങൾ ഈ ചർച്ച ഇന്നും ഇന്നലെയും അതിനു മുൻപും തുടങ്ങിയപ്പോൾ സാധാരണക്കാരായ ഭക്തരുടെ, അത് മലയാളികൾ മാത്രമല്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഭക്തരുടെ രോഷം, അമർഷം, വേദന, വിതുമ്പൽ ഒക്കെ കാണിച്ചാണ് തുടങ്ങിയത്. അവർ പറഞ്ഞത് ഇതെന്ത് അഡ്മിനിസ്ട്രേഷനാണ്, ഈ സർക്കാർ എന്താണ് ചെയ്യുന്നത്, ഈ ബോർഡ് എന്താണ് ചെയ്യുന്നത്, ഞങ്ങളിനി ഇങ്ങോട്ടേക്കില്ല എന്ന് പറയുന്നവരാണ് അധികവും. അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ പറഞ്ഞതിൽ തെറ്റുണ്ട്. ശരി, എൻ്റെ തെറ്റ് ഞാൻ സമ്മതിക്കാം. പക്ഷേ 1,00,000 ആളുകൾ വരുന്നിടത്ത് എല്ലാ 1,00,000 ആളുകൾക്കും പൂർണ്ണ സംതൃപ്തിയായിക്കൊണ്ട് ഒരാൾക്കും, ഒരു കല്യാണ സദ്യയിൽ 400 ആളുണ്ടെങ്കിൽ എല്ലാവർക്കും തൃപ്തിയായിട്ട് ഉണ്ടാക്കി കൊടുക്കും. ഇവിടെ എല്ലാവരും എതിർക്കുകയാണ്, എല്ലാവരും എതിർത്ത് പറയുകയാണ്. അതൃപ്തിയും പേഴ്സൺ ടു പേഴ്സൺ പേഴ്സൺ അത് ആകെ അതല്ല, അതിപ്പോൾ എല്ലാവരും എന്ന് പറയുന്നത് നിങ്ങൾ 1,00,000 ആളുകളെ കണ്ടിട്ടില്ലല്ലോ, 1,00,000 ആളുകളുമായിട്ട് ചോദിച്ചിട്ടില്ലല്ലോ, അവരുമായിട്ടൊന്നും ചോദിക്കാൻ നമുക്കാർക്കും കഴിയില്ലല്ലോ. ആളുകൾ വന്ന് കൂടുന്ന ഇടത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം ഉണ്ടല്ലോ, അതാണ് ഞാൻ സൂചിപ്പിച്ചത്. റിലേറ്റീവാണ്, ആപേക്ഷികമാണ്. അത് പ്രധാന. ഞാനൊക്കെ ഒരുപാട് ക്രൗഡിന്റെ കൂട്ടത്തിൽ നിന്നിട്ടുള്ള ആളുകളാണ്. ആ ഒരു ക്രൗഡിൽ ഒരാൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ക്രൗഡിന്റെ ട്രെൻഡ് അങ്ങോട്ടേക്ക് പോകും. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങൾ ഈ പറയുന്നതിനെ കുറിച്ചും അറിയുന്നതാണ്. ഞാൻ ഈ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവിടെ അതൃപ്തിയില്ലാത്ത, എല്ലാവരും പൂർണ്ണ സംതൃപ്തരോടാണ് മടങ്ങിയിട്ടുള്ളത് എന്നൊന്നും പറഞ്ഞ് വലിപ്പിക്കാനോ ബോധ്യപ്പെടുത്താനോ ശ്രമിക്കുന്നില്ല. അതൃപ്തിയുള്ള ആളുകളുണ്ടാവും, തൃപ്തിയുള്ള ആളുകളുണ്ടാകും, എല്ലാം ഉണ്ടാവും. കഠിനമായ വ്രതത്തിലൂടെ, കഠിനമായ തപസ്സിലൂടെ, കാഠിന്യമേറിയ പാതയിലൂടെ ബുദ്ധിമുട്ടേറി യാത്ര ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് ഇത് ക്ഷമാപൂർവം കയറാനും കേൾക്കാനും പറ്റുന്ന വസ്തുത തന്നെയാണ്. അല്ലാതെ
ഇതിനെ ശരി, അങ്ങ് കേൾക്കാനായി ഇന്ന് ഞങ്ങൾ ഏകോപിപ്പിച്ച ആ പ്രതികരണങ്ങൾ ഒന്നുകൂടി കാണിക്കാം. കാരണം അങ്ങ് അതൊന്ന് കേൾക്കണം, കേട്ടിട്ട് തിരുത്താനാകുമെങ്കിൽ തിരുത്തണം പ്ലീസ്. Third time I am coming. This is the last time I won't come. I won't come. What is these facilities? Because of these facilities, God is there everywhere. Not good. I am not happy. We are not happy. Not me. So many are there. ഇനി ഞാൻ ശബരിമലയ്ക്കില്ല. അത്രയും മനസ്സിൽ നോമ്പുണ്ട്. അതേപോലത്തെ ദേവസ്വം എന്ന് പറഞ്ഞാൽ ദുഷിച്ച ആ പിശാചുകളെ ഇവിടെ ഇല്ലാണ്ടാക്കണം, അല്ലാണ്ട് നന്നാവില്ല. ഞാൻ മനസ്സുരുക്കി പറയുന്നതാ, അവർ നന്നാവില്ല. മനസ്സുരുക്കി പറയുന്നതാ. No proper administration, worst management. Worst this time, very worst. What system is this? What sort of shed is this? For what is this? ഒന്നുമില്ല, utter failure. ഞങ്ങളിപ്പോൾ ഇന്നൊരു പ്രതിജ്ഞ എടുത്തേക്കോ ഇനി വരുന്നില്ല എന്നുള്ളത്. അന്ന് വനിതകളൊക്കെ എത്തിയപ്പോൾ തന്നെ നമ്മൾ അന്ന് തീരുമാനമാക്കി. എന്നാലും നമ്മൾ ആ സമയമാകുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും മാലയിടും വരും. ഇപ്പം ഞങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി പോവാം അവിടെ ചെന്നിട്ട്. ഇനി ഇവിടെ വന്നാൽ ശരിയാവില്ല. ഈ അവസ്ഥ വളരെ മോശമാണ്. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ഇതാരെങ്കിലും പറയിപ്പിച്ചതാണോ? ഇത് അവിടെ എത്തിച്ചേരുന്ന ഭക്തരുടെ വികാരത്തിൻ്റെ ഏകോപനമാണ്, അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ, അല്ല, അങ്ങനെയല്ലത്. ഇതല്ല സത്യം. ആ വസ്തുതകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇങ്ങനെയൊക്കെ പറയുന്ന 4, 5, 10, 15, 1000 ആളുകൾ അവിടെ ഉണ്ടാകും. അതൊരു മൊത്തത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് പിന്നെ പ്രാർത്ഥന നടത്തി തങ്ങളുടെ എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് പോകുന്ന ആളുകളിൽ പ്രയാസം അനുഭവിച്ച ആളുകളുണ്ടാവും, ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാകും. 4-5 കൊല്ലങ്ങൾക്കും 5-6 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് പോകുമ്പോൾ 12-13 മണിക്കൂറുകളൊക്കെ കാത്തു നിന്ന് ക്യൂ നിന്ന് പോയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇത്തരം പ്രയാസങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ആ പ്രയാസങ്ങൾ എന്തിനേറെ നിത്യപൂജയുള്ള ഗുരുവായൂർ അമ്പലത്തിൽ പോലും എത്ര പ്രയാസത്തോടു കൂടി ആളുകൾ ക്യൂ നിന്നിട്ട് പോകുന്നുണ്ട്. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഒരു ചർച്ച ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വൈമനസ്യം കൂടാതെ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഇത് ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ പറയിപ്പിച്ച് ഈ മഹാക്ഷേത്രത്തിൻ്റെ ഐശ്വര്യത്തിന് കേടുവരില്ല, പക്ഷെ ആ മഹാക്ഷേത്രത്തിൻ്റെ ലേക്കുള്ള ആളുകളുടെ വരവിനെ കുറക്കുക എന്ന അതിനിപ്പോ ഇങ്ങനെ ഒരു ചർച്ചയൊന്നും വേണ്ട സാർ. അതിനിപ്പോ ഇങ്ങനെ ഒരു ചർച്ചയും വേണ്ട. വരുന്നവരൊക്കെ പറയുന്നത് അതാണ്. ഒരു സൗകര്യമില്ലാത്ത ഈ സ്ഥലത്തേക്ക് ഞങ്ങൾ എന്തിനു വരണമെന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. നോക്കൂ, ആരെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യുന്നതൊന്നുമല്ല ഇത്. ജനൻ TV ഉണ്ടാക്കിയെടുത്തതുമല്ല. ഇതര സംസ്ഥാനത്ത് നിന്ന് വന്ന പാവങ്ങളാണ് 41 ദിവസം വ്രതമെടുത്ത്, ഒരുപക്ഷെ മലയാളികളെക്കാൾ കഠിന വ്രതമെടുത്ത് നടന്നു വരുന്നവരുണ്ട്. ആ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് എങ്ങനെയും ശബരിമല അയ്യപ്പനെ ഒന്ന് കാണണം, കണ്ണു നിറയണം, പറയാനുള്ളതൊക്കെ പറയണം എന്ന് ആഗ്രഹിച്ച് ആശിച്ച് കടന്നു വരുന്നവരാണ് പറയുന്നത് ഇനി ഞങ്ങളില്ല എന്ന്. അല്ല, അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടല്ലോ. അത് പിന്നെ വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നതിൽ ഇല്ല, അങ്ങ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. അവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് അങ്ങ് തോന്നിപ്പിക്കുന്നത് കൊണ്ടാണ്. നമ്മള് വിളിച്ചപ്പോൾ നമ്മള് വിളിച്ചു. ഇല്ല, ഒരിക്കലും ഞാൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും. പ്രശ്നങ്ങളെല്ലാം വ്യക്തിഗതമായ പ്രശ്നങ്ങളാണ്. കല്ലും മുള്ളും കാലിക്കും എത്ത എന്ന് പറഞ്ഞ് കയറുന്ന അയ്യപ്പ ഭക്തന്റെ മുമ്പിൽ ഇതൊരു പ്രശ്നമല്ല. അവിടെല്ല യഥാർത്ഥ മെത്തയിലൂടെ കല്ലും മുള്ളും ഇല്ലാത്ത മെത്തയിലൂടെ വിചാരിക്കുന്ന ചിലപ്പോ ഭക്തന്മാർക്കുണ്ടെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോകണമെന്ന് തോന്നുമ്പോ പോകണ്ടേ? കിടക്കണമെന്ന് തോന്നുമ്പോ കിടക്കണ്ടേ? അല്ല, ഇതിപ്പോ രണ്ട് കോൺട്രഡിക്ഷൻസ് ആണ് ഉള്ളത്. വെള്ളത്തിനും വൈദ്യുതിക്കും കണ്ടമാനം ബില്ല് കൊടുത്ത് പണ്ടമാനം കാശ് കൊടുത്തിരിക്കുന്നു. അതേതാ? ഈ 2 സ്ഥാപനങ്ങളും ഏതാ? ഈ 2 സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളാണ്. ആ സർക്കാർ സ്ഥാപനത്തിലേക്കുള്ള ബില്ല് കൊടുക്കുന്നത് അതിനർത്ഥം അത്രയും സാധനം ഇവിടെ വന്നു എന്നല്ലേ? ഇപ്പൊ വെള്ളമില്ല എന്നുള്ള ആക്ഷേപം വേറൊരു വശത്ത്. രണ്ടും എങ്ങനെയാണ് നമുക്ക് യോജിക്കുക? ആവശ്യമില്ലാതെ വെള്ളവും ആവശ്യമില്ലാതെ വൈദ്യുതിയും കണ്ടമാനം കാശ് കൊടുത്ത് അവിടെ വാങ്ങിച്ചിരിക്കുന്നു എന്ന് ഒരു ഈ പാനലിസ്റ്റിൽ ഒരാൾ പറയുമ്പോൾ ഇതിപ്പോൾ പറയുന്നത് കുടിക്കാൻ വെള്ളമില്ല,
കാണാൻ വെളിച്ചമില്ല. ഇത് കോൺട്രഡിക്ഷൻസ് ആണ്. ആ കോൺട്രഡിക്ഷൻസ് എടുത്തു പറഞ്ഞ് ഇതിനെ മലീമസമാക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകാത്തത്. ഇവിടെ നമുക്ക് പ്രയാസമുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് സമീപത്ത് ഈ പറഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള പ്രയാസം എന്തെന്ന് എഴുതി അവിടുത്തെ ആ SP കൊടുക്കാൻ അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ കയ്യിൽ കൈമാറാൻ ഒന്ന് തയ്യാറാവുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിലിലേക്ക് അതങ്ങോട്ട് അയക്കുക. നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് കഴിയാവുന്നതിൽ മനുഷ്യസാധ്യമാകുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തണം എന്ന താല്പര്യത്തോടു കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരിക്കൽ ഒരു ബഹുമാനപ്പെട്ട ഒരു പാനലിസ്റ്റ് പറയുന്നത് കേട്ടു, ഹൈക്കോടതി ഈ സമിതിയെ പിരിച്ചുവിടണം, അങ്ങനെ പിരിച്ചുവിട്ടിട്ട് പുതിയ ഒരാൾ എടുക്കണമെന്നുള്ളത്. ഞാൻ അതിനുമെതിരല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഉണ്ടല്ലോ, ഫീസ് ഒന്നും കൊടുക്കാതെ PIL പ്രകാരം കേരള ഹൈക്കോടതിയെ അദ്ദേഹത്തിന് സമീപിക്കാമല്ലോ. ഈ ചാനലിൽ വന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്ക് അതിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അത് അദ്ദേഹത്തിന് അറിയണ്ടേ? അപ്പോൾ അദ്ദേഹം പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ നേരെ ഹൈക്കോടതിയിൽ പോകണം. ഇവിടെ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, നിങ്ങളിതിനെ പിരിച്ചുവിട്ട് ഒരാളെ വെക്കണം എന്നാണ് പറയുന്നത്. വേറെ ഒരു പാനലിസ്റ്റ് പറഞ്ഞത് കേട്ടത് എന്താ, ശ്രീധരനെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്. നമുക്ക് മനസ്സിലായിട്ടുണ്ട്, രാജ്യത്തുള്ള എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ വളരെ സത്യസന്ധമായി നീതിപൂർവമായി ചെയ്യപ്പെടും എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനകത്തുള്ളൊരു രാഷ്ട്രീയത്തെ കാണാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന കാലഘട്ടങ്ങളിൽ മുഴുവൻ പൂർണ്ണമായും സത്യസന്ധമായി അധിക സമയം അങ്ങേക്ക് അനുവദിച്ചു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, ഏതായാലും ശബരിമലയിൽ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. ആ പ്രശ്നങ്ങൾ ചില്ലറയല്ല താനും.